1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മഞ്ഞുകാലം തുടങ്ങി നാടൊട്ടുക്കും വിനോദയാത്രകളുടെ കുളിരിൽ. ഡിസംബർ ആയതോടെ തണുപ്പിന്റെയും മഞ്ഞുകാലത്തിന്റെയും തുടക്കമായി. ഇതോടെ നാടൊട്ടുക്കും വിനോദയാത്രകളുടെ തിരക്കിലായി. മലയാളികൾ കൂടുതലും കേരളത്തിന് പുറത്തേക്കുള്ള യാത്രകളാണ് ഇഷ്ടപ്പെടുന്നത്. ഊട്ടി, മൈസൂർ, കൊടൈക്കനാൽ, കുടക് തുടങ്ങിയ തണുപ്പും കുളിരും കോടമഞ്ഞുമുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ പേരും തെരഞ്ഞെടുക്കുന്നത്. അതോടൊപ്പം മൂന്നാർ, വാഗമൺ, വയനാട് എന്നിങ്ങനെ തണുപ്പുള്ള കേരളത്തിലെ പ്രദേശങ്ങളും തെരഞ്ഞെടുത്ത് യാത്ര പോകുന്നവരുമുണ്ട്. ഹൌസ് ബോട്ടുകളിൽ ദിനം ചെലവഴിക്കാനെത്തുന്നവരും കുറവല്ല. ദിനേന നൂറുകണക്കിന് വാഹനങ്ങളാണ് മലയോര മേഖലയിലൂടെ മൈസൂർ, കൊടൈക്കനാൽ ഭാഗങ്ങളിലേക്കായി പോകുന്നത്. വിദ്യാലയങ്ങളിൽ നിന്നുള്ള പഠന വിനോദയാത്രകളുടെ സമയവും ഇതുതന്നെയാണ്. LP സ്കൂൾ മുതൽ കോളേജ്, പ്രൊഫഷണൽ കോളേജുകളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ വിവിധ മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി, യുവജന സംഘടനകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ക്ലബ്ബുകൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ, റെസിഡൻഷ്യൽ കൂട്ടായ്മകൾ എന്നിവരെല്ലാം വിനോദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധതരം വാട്സ്ആപ്പ് കൂട്ടായ്മകളും വിനോദയാത്ര നടത്താറുണ്ട്. കുടുംബയാത്രകളും വ്യാപകമായിട്ടുണ്ട്. ഫാമിലി ഗ്രൂപ്പുകൾ സജീവമായതോടെയാണ് കുടുംബയാത്രകൾ കൂടുതലായത്. കുടുംബത്തിലെ പ്രായമായവരെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഇതുവരെയും വിമാനത്തിൽ കയറാത്ത കുടുംബാംഗങ്ങളെ വിമാനത്തിൽ കയറ്റിയും മെട്രോ, വാട്ടർ മെട്രോ, ബോട്ട് യാത്ര, കപ്പൽ യാത്ര എന്നിവയെല്ലാമാണ് കുടുംബയാത്രകളിൽ കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. കുടുംബസംഗമങ്ങൾ വ്യാപകമായതോടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇത്തരം യാത്രകൾക്ക് സഹായകമാകുന്നുണ്ട്. ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളും പേരമക്കളും അവരുമായി ബന്ധമുള്ളവരും 1-2 ദിവസത്തേക്ക് റിസോർട്ടുകളിലും മറ്റും തങ്ങി സന്തോഷം കണ്ടെത്തുന്ന പതിവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരക്കാരെ ഒന്നും വെച്ച് വിവിധ വിനോദയാത്രാ മേഖലകളിലെ റിസോർട്ട് ഉടമകൾ പ്രത്യേക പാക്കേജുകൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. യാത്രകൾ നോമ്പുകാലം വരെ നീളുമെന്നാണ് ടൂർ ഓപ്പറേറ്റർമാരും ട്രാവൽ ഏജൻസികളും പറയുന്നത്.